ഗിവ് അവേ ഇപ്പൊ എവിടെ നോക്കിയാലും ഒരു ഗിവ് അവേ മഴയാവും എന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ തുറന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? ഗിവ് അവേ നമ്മളെ ഒരു തരത്തിൽ നമ്മളെ ലൈഫിനെ ബാധിക്കുന്നുണ്ടോ? ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചില സമയത്ത് നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പൊ പല കമ്പനികളും ഗിവ് അവേ നടത്തുന്നുണ്ട്. ഗിവ് അവേ നടത്തുന്ന പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ അവരെ ഫോളോവേഴ്സിനെ കൂട്ടുക എന്നുള്ളതാണ്. അതിൽ പങ്കെടുക്കുന്നവരും കൂടുതലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഗോപി ചെമ്മണ്ണൂർ ഇപ്പോൾ ഒരു ഗിവ് അവേ നടത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 18 ലക്ഷം രൂപ വരെ താറ് എന്ന് വെച്ചാൽ അയാൾ യൂസ് ചെയ്തൊരു വണ്ടി. ഇപ്പം ഇന്ന് ഏകദേശം ഒരു മാർക്കറ്റ് വില കിട്ടുന്നെങ്കിൽ ഒരു 15 ആ റേഞ്ച് കൂട്ടാം. ആ ഒരൊറ്റ വണ്ടി ഗിവ് അവേ കൊടുക്കാൻ വേണ്ടി അയാൾ നേടിയത് 15 ലക്ഷം ഫോളോവേഴ്സാണ്. 15 ലക്ഷം ഫോളോവേഴ്സ് എന്ന് വെച്ചാൽ ഒരു ഫോളോവറിന് 1 രൂപയെ കോസ്റ്റ് വന്ന്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്, പങ്കെടുക്കാത്തവർ അധികം ഉണ്ടാവില്ല. കാരണം കുറേ ഭാഗം ആൾക്കാരും പങ്കെടുത്തിട്ടുണ്ടാവും. ഈ പങ്കെടുക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ ലാഭമുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ ഒരു വിന്നിങ്ങിന് വേണ്ടി, ചാൻസിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും തന്നെ നമുക്ക് തോന്നലുണ്ടാവും. പക്ഷേ നമുക്കിവിടെ ഒരു കണക്ക് നോക്കാം. ഇപ്പം അതുപോലെ ഒരുപാട് ആൾക്കാർ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. ഇപ്പം ഐഫോൺ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആവറേജ് എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നത് ഒരാൾക്ക് 1 രൂപയാണ്. നമുക്ക് ശരിക്കും 1 രൂപയാണ് നമ്മുടെ വില. നമ്മൾ അതിനു വേണ്ടി എന്താണ് സ്പെൻഡ് ചെയ്യുന്നത്? അറൗണ്ട് ഒരു 5 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യില്ലേ എന്ന് വെച്ചാൽ, അതുമല്ല അതിൽ കൂടുതൽ ചിലപ്പം വേണ്ടി വരും. ഒന്ന്, നമ്മൾ എന്താക്കണം? ഷെയർ ചെയ്യണം. 2-3 ആളെ മെൻഷൻ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മൾ കുറേ കമൻറ്റ് നോക്കേണ്ടി വരും. പിന്നെ ആ 1 മിനിറ്റ് വീഡിയോ ഫുള്ളായിട്ട് കാണേണ്ടി വരും. ഗിവ് അവേ എന്താ ചെയ്യുന്നത്? നമുക്ക് ആവറേജ് ഒരു 5 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അറൗണ്ട് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ആവറേജ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് എൻ്റർടൈൻമെൻ്റ് ഒന്നും കിട്ടുന്നുണ്ടോ? എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. നമ്മളെ ഒറ്റ ലക്ഷ്യം എന്താ? പ്രൈസാണ്. ഏത്? ആ ഗിവ് അവേ നമുക്ക് കിട്ടുന്നില്ല പ്രതീക്ഷയാണ്. ആ ചാൻസ് പോലും 0.1 അത്രയും. കാരണം വെച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നതിൽ ഒരു ചാൻസ് നമുക്ക് കിട്ടുന്നുള്ളത്. അതിലും ജെനുവിൻ ആയതുണ്ട്, ജെനുവിൻ അല്ലാത്തതുണ്ട്. അതിലിപ്പോൾ 30% ജെനുവിൻ അല്ലാത്തതുണ്ട്. കാരണം വെച്ചാൽ അത് കൊടുക്കണമെന്നില്ല. കൊടുക്കുന്നത് ചിലപ്പോൾ അവരെ റിലേറ്റീവിനോ അവരെ ഫ്രണ്ട്സിനോ ആയിരിക്കണം. അങ്ങനെയുള്ളതുണ്ട്, റിയലും ഉണ്ട്. ഇപ്പം റിയലിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഏകദേശം ഒരു 5 മിനിറ്റ് ഈ പ്രൈസിന് വേണ്ടിയിട്ട്. ആവറേജ് ഒരു 8 മണിക്കൂർ പണിയെടുക്കുന്ന നമ്മൾ മലയാളികൾ എന്ന് വെച്ചാൽ ഏകദേശം കേരളത്തിൻ്റെ ഒരു ആവറേജ് ഇൻകം വെച്ച് നോക്കുമ്പോൾ ഒരു മണിക്കൂറിന് ഒരു 120 റുപ്യ ആവറേജ് കണക്കൂട്ടുക. അങ്ങനെയാണെങ്കിൽ 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ അറൗണ്ട് ഒരു മിനിറ്റിന് 2 രൂപ കോസ്റ്റ്. എന്ന് വെച്ചാൽ 5 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന 5 മിനിറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ 10 രൂപ ഏകദേശം നമുക്ക് കോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് എന്താ ബെനിഫിറ്റ് ഉള്ളതിൽ? ഒന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രതീക്ഷ വരും. ഒരു 5 ഗിവ് അവേ ഞാൻ പങ്കെടുത്ത എന്തായി, നമുക്ക് ആ ഗിവ് അവേ തീരുന്നവരെ എൻ്റെ മനസ്സിൽ എന്തായി, നമ്മുടെ ലോട്ടറി എന്താ നമുക്ക് തരുന്നത്? ഇപ്പം ഇന്ന് രാവിലെ എടുത്ത ഒരു ലോട്ടറി നമുക്ക് ഇന്ന് വൈകുന്നേരം വരെ നമുക്ക് തരുന്നത് എന്താ? ഒരുപാട് പ്രതീക്ഷയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു ലോട്ടറി എടുത്താൽ വൈകുന്നേരം വരെ ആ പ്രതീക്ഷയായി, അത് എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പോൾ അതേപോലെ ഒരു പ്രതീക്ഷ ഏതായിരുന്നു ഗിവ് അവേ. ഇത് തരുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ നമ്മുടെ ലക്ഷ്യത്തെ നമ്മൾ മറക്കും. നമുക്ക് ജീവിതത്തിൽ വളരെ സ്വപ്നങ്ങൾ. ഇപ്പോൾ പ്രതീക്ഷ വേണ്ടെന്നല്ല, നമ്മളെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷ്യമില്ലാതെ പ്രതീക്ഷയാവും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാസം ഞാനൊരു 10 ഗിവ് അവേയിൽ പങ്കെടുത്ത് എനിക്കൊന്നും പ്രതീക്ഷ, എല്ലാ ദിവസവും ഞാൻ പ്രതീക്ഷ വെക്കും. ഇപ്പോൾ എക്സാമ്പിളിൽ 5-ാം തീയതി ഒന്നുണ്ട്, 10-ാം തീയതി ഒന്നുണ്ട്, 15-ാം തീയതി ഒന്നുണ്ട്. ഇങ്ങനെ ഡേറ്റ് വെച്ച് ഞാൻ എല്ലാവരും പ്രതീക്ഷ നോക്കും. അതൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്താവും? എൻ്റെ ഉള്ളിൽ നിരാശ വരും. ഒരു ഗിവ് അവേ പങ്കെടുത്ത് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ എന്താ, ഞാൻ തന്നെ എൻ്റെ ഉള്ളിലോടൊന്ന് പറയും, നിനക്ക് അതിനുള്ള യോഗ്യത ഇല്ല എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് നിരാശ തോന്നും. അതും ഒരു മാനസികാവസ്ഥയാണ്. ജീവിതത്തിൽ ഒന്നും ആവില്ല എന്നുള്ളൊരു പ്രതീക്ഷ വരിക, അതെല്ലാം വരും. അപ്പോൾ എന്താക്കണം? നമുക്കിത് തരുന്ന ഏറ്റവും വലിയൊരു നെഗറ്റീവാണ് ഏത്? ഒരുപാട് പ്രതീക്ഷ വന്നിട്ട് ഒരു നിരാശയിലെത്തുന്ന ഒരു അവസ്ഥ. അതും നമ്മളെ ഒരുപാട് തളർത്തും. നമുക്ക് എങ്ങനെ നോക്കിയാലും എന്താ, ഇതിനെക്കൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല. ഏത് ഗിവ് അവേനെ കൊണ്ട്. ഒന്ന് നമ്മളെ സമയം സ്പെൻഡ് ചെയ്ത്, എന്ന് വെച്ചാൽ നമ്മളെ ലൈഫിലെ നല്ല സമയം എന്തായി അവരെ മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച്. ഇപ്പം നമ്മളെന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ബ്ലോഗർ പറയുന്ന ഒരു ഗിവ് അവേ, ഇപ്പോൾ 1 ലാഖിൻ്റെ ഒരു ഐഫോണ്, ഞാൻ എന്താ ചെയ്യുന്നത്? ഒരു 5 ആൾക്ക് ടാർഗറ്റ്, ഒന്നുമില്ലെങ്കിൽ പോസ്റ്റ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ സ്റ്റോറി ആയിട്ട് ഇടുക, അല്ലെങ്കിൽ 5 ആൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ശരിക്കും ചെയ്യുന്നത് അവർക്ക് വേണ്ടി ഞാൻ മാർക്കറ്റ് ചെയ്ത് കൊടുക്കേന് ഫ്രീ ഓഫ് കോസ്റ്റ്, അല്ലെങ്കിൽ 1 രൂപയ്ക്ക് ഞാൻ ആ വർക്ക് ചെയ്ത് കൊടുക്കേന്. അറൗണ്ട് 1 രൂപ കൂട്ടുക. കാരണം അവരെ പ്രൈസ് മണി കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുക, ആളെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റുപ്പീസ് ആവറേജ്. 1 റുപ്പീസിന് മുകളിൽ വരുന്നുണ്ടാവും, ചിലപ്പോൾ 1 റുപ്പീസിന്
ചീപ്പായിട്ട് കിട്ടും. ചീപ്പായി കിട്ടുമ്പോൾ എന്താക്കും അവർ ഓഫർ കൊടുത്തു. ഫോർ എക്സാമ്പിളിന് ഒരു ഐഫോൺ കൊടുക്കാൻ ഉദ്ദേശിച്ച് ഇപ്പോൾ 1 lakh ആണ് ഐഫോണിൻ്റെ കോസ്റ്റ് എന്ന് വിചാരിക്കുക. 1 lakh അവർ എക്സ്പെക്ട് ചെയ്യുന്നത് 1 lakh ഫോളോവേഴ്സാണ്. അതിപ്പോൾ 3 lakhs ഫോളോവേഴ്സ് ആയാൽ അവരെന്താക്കും അഡീഷണൽ പ്രൈസ് കൂടി കൊടുക്കും. കാരണം എന്താ അത്രയും ചീപ്പായിട്ട് അവർക്ക് കിട്ടുന്നുണ്ടോ, ഫോളോവേഴ്സിന് അത്രയും ചീപ്പായിട്ട് കിട്ടുന്നുണ്ടോ. അപ്പോൾ എന്താക്കി നമ്മൾ അവർക്ക് വേണ്ടി മാർക്കറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സമയം അവിടെ നഷ്ടപ്പെടുത്തി നമ്മളെന്താക്കും ഒരുപാട് നമ്മളെ പ്രതീക്ഷയും കൊണ്ട് നമ്മളെന്തായി നമ്മളെ ലൈഫിനെ നമ്മൾ മറന്നു പോകും. ഇതിന് പകരം നമുക്കിതൊരു ബിസിനസ്സാക്കി മാറ്റാം. നമുക്ക് ഈ സമയം ഇപ്പം ഞാൻ എന്താക്കുന്നത് ഈ 5 മിനിറ്റ് ഞാൻ ഇതേ സമയം ഉപയോഗിക്കുന്നത്. പിന്നെ എൻ്റെ ഈ പറഞ്ഞ മാതിരി എൻ്റെ അവസരങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇത് ഇൻസ്റ്റാഗ്രാം പേജ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഞാൻ യൂസ് ചെയ്യുന്നു. ഇതിൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാനും കഴിയുമല്ലോ. ഒന്നും പണിയില്ല. നമുക്ക് ഇപ്പോൾ എക്സാമ്പിളിന് ഒരു OLX ഇഷ്ടംപോലെ ആഡ് കാണും. ഇത് നമുക്ക് ബിസിനസ്സിന് ഉപയോഗിക്കാം. ഇപ്പോൾ എക്സാമ്പിളിന് OLXൽ ഒരു റിയൽ എസ്റ്റേറ്റ് പേജ് എടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ ലൊക്കേഷനിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് പേജ്, ഇപ്പോൾ എക്സാമ്പിൾ ഏത് ലൊക്കേഷനാണ്, കണ്ണൂർ ജില്ലയിലാണ്, കണ്ണൂർ ജില്ലയിൽ ഇന്ന ലൊക്കേഷൻ പെർട്ടിക്കുലർ ലൊക്കേഷൻ എടുക്കുന്നു. അവിടെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഡീലിംഗ് നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വിൽക്കാൻ ഒരുപാട് ആൾക്കാർ സ്ഥലങ്ങൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, ഇന്നിട്ട് ഒരു 2 ദിവസത്തെ മുമ്പ് ഇട്ട പോസ്റ്റുകൾ നോക്കുക. ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. എന്താക്കുക അവർക്ക് വേണ്ടി നമുക്ക് ബ്രോക്കറായിട്ട് നിൽക്കാം. ഇതെന്താക്കും നമ്മളെന്താക്കും അതിൻ്റെ ഫോട്ടോ അവർ ആ കണ്ടന്റ് നമുക്ക് അയച്ചു തരും. ഏതാണോ ആ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസും ഇതും നമ്മളെന്താക്കും ഇതേ ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്കത് സ്റ്റോറിയാക്കി ഇട്ടൂടെ. ഓക്കെ, ഒരു 10 സെൻറ്റ് സ്ഥലം ഇത്ര രൂപയ്ക്ക് കൊടുക്കാനുണ്ട്, നമുക്ക് അവർക്ക് കമ്മീഷൻ വാങ്ങിക്കൂടെ. കാരണം അതേ വിളിച്ച് അവർ ഡീലാക്കണം. ആ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിപ്പോൾ നമ്മൾ ഡെയിലി പോസ്റ്റ് ഇട്ട് ഒരു മാസത്തിൽ ഒരു പ്രോപ്പർട്ടി പോയാൽ പോരെ. 1 CR ഒരു പ്രോപ്പർട്ടി പോയി കഴിഞ്ഞാൽ 3 ലക്ഷം റുപ്യ 3% കമ്മീഷൻ ആണെങ്കിൽ നിങ്ങൾക്കൊരു മാസം ഒരു 3 ലക്ഷം ഉണ്ടായിക്കൂടെ. ഇനി വേണ്ട, വണ്ടി OLXൽ എത്രത്തോളം വണ്ടികൾ വിൽക്കാനുണ്ടാവും. ജസ്റ്റ് വിളിക്കുക, അവരായിട്ട് ഡീൽ ഉണ്ടാക്കുക, കമ്മീഷൻ വ്യവസ്ഥയിലാക്കുക, അല്ലെങ്കിൽ അവരെ പ്രൈസ് ആഡ് ചെയ്തിട്ടും നമുക്ക് വിൽക്കാം. ഇപ്പോൾ എക്സാമ്പിളിന് ഒരു 50,000 വണ്ടി അവർ ലാസ്റ്റ് 50,000 തരാമെന്ന് പറഞ്ഞു. നിങ്ങളെന്താക്കും നിങ്ങളെ പോസ്റ്റിൽ ഇടുന്ന് 55,000 അല്ലെങ്കിൽ 60,000 വിൽക്കുന്നു, കമ്മീഷൻ കിട്ടിയാ. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ വേണ്ടത് ഉപയോഗിക്കുക, അല്ലാതെ നമ്മൾ അവരെ ഉപയോഗിക്കാൻ ഇടവരുത്. ഇത് നമുക്കൊരു സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളാം, നമ്മളാണ് അവിടുത്തെ പ്രൊഡക്റ്റ്, നമ്മളെയാണ് അവർ വിൽക്കുന്നത്. അപ്പം നിങ്ങൾ തീരുമാനിക്കുക നമ്മൾ 1 രൂപയ്ക്ക് വിൽക്കണോ അതോ ലക്ഷങ്ങൾ വാല്യൂ ഉള്ള നമ്മൾ ലക്ഷങ്ങൾക്ക് നമ്മളെ വിൽക്കണോ എന്നുള്ളത്. അപ്പം നമ്മളെ വില നമ്മൾ തിരിച്ചറിയാം. അപ്പോൾ എന്താക്കുക ഗിവ് അവേ പങ്കെടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പങ്കെടുക്കലോ ഇല്ലയോ അതൊക്കെ നിങ്ങളിഷ്ടം. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കുക, എന്ന് പറയാൻ ഇതുപോലെ ഒരു ലക്കിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഭാഗ്യത്തിന് വേണ്ടി എൻ്റെ ലൈഫിന് സ്പെൻഡ് ചെയ്യണോ, എൻ്റെ സമയത്ത് സ്പെൻഡ് ചെയ്യണോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ റീൽസ് ഇങ്ങനെ ഇപ്പോൾ റീൽസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ കോൺസെൻട്രേഷൻ പോലും നമ്മൾ നഷ്ടപ്പെടുകയും. കാരണം ഈ പറഞ്ഞ മാതിരി 50 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് മാക്സിമം ഉള്ള വീഡിയോ നമുക്ക് ഫോക്കസ് നഷ്ടപ്പെടുകയാണ്. ഇപ്പം ഒരു 5 മിനിറ്റോടെ നമ്മൾ എത്ര വീഡിയോ ആണ് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മാക്സിമം എന്താക്കുക ഇങ്ങനെയുള്ള പ്രതീക്ഷേൻ്റെ പിറകെ ജീവിക്കരുത്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, പണം ഉണ്ടാക്കാനാണെങ്കിൽ ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനത്തിൻ്റെ പിറകെ പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നമ്മളായിരിക്കും പ്രൊഡക്റ്റ്, അവരവിടെ വിൽക്കാനും ശ്രമിക്കുന്നത്. ഒരു ലക്ക് മാത്രമായിരിക്കും. നമുക്ക് എന്തെങ്കിലും അതിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ലക്കാണ്. മനസ്സിലായോ? അതൊരു കുളത്തിൽ ഒരു മരി അരി വിടുന്നതിന് തുല്യമാണ്. എന്ന് വെച്ചാൽ ഒരു അരിമണി കിട്ടും, എല്ലാവരും കൂട്ടും, ആർക്കും ഏതെങ്കിലും ഒരാൾക്ക് കിട്ടുമായിരിക്കും, പക്ഷെ എല്ലാവരും എഫേർട്ട് അതിലിടും. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളെന്താക്കുക, നമ്മളങ്ങനെ ഒരു ഇതിന് വേണ്ടി ശ്രമിക്കരുത്. നമുക്കുള്ള ഇര നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. നമ്മൾ മറ്റൊരാൾക്ക് ഇരയാവാൻ ശ്രമിക്കാതിരിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.